ഞങ്ങൾ ഇന്ന് വിഷുവേല കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ബാൽക്കണിയിൽ ചെയറൊക്കെ ഇട്ടിരിക്കുകയാണ്. വിഷുവേല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വിഷുവിനോടനുബന്ധിച്ച് അമ്പലങ്ങളിലേക്ക് ഉണ്ടാകുന്ന വേലയാണ് നമ്മൾ വിഷുവേല എന്ന് പറയുന്നത്. ഒരുപാട് കാളകളും ടാബ്ലോകളും ഒക്കെ ആയിട്ട് വേലകൾ ഇങ്ങനെ പോകും. എല്ലാ വേലകളും നമ്മളുടെ വീടിൻ്റെ അതിനെ പോവില്ല. ഏകദേശം 80 മുകളിൽ വേലകൾ അമ്പലത്തിലെത്തും എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന വേലകളിൽ കുറച്ചെണ്ണമൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ ഒരുപാട് കാളകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പല സൈസിലുള്ള കാളകൾ വരും കേട്ടോ. വലിയ കാള, ചില കാളകളൊക്കെ കൊമ്പിൻ്റെ വെയിറ്റ് കാരണം അവർ എവിടെയും തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഊരി വെച്ചിട്ടൊക്കെയാണ് വേലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നത് ഈ ഒരു കാളിരൂപമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു തലയാട്ടവും നമ്മളിങ്ങനെ ശിരസൊക്കെ കൊയ്ത് നിൽക്കുന്ന ആ ഒരു കഥയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ തന്നെ നമുക്ക് തോന്നും. പിന്നെ വീണ്ടും ഒരു കാള തന്നെയാണ്, ഇത്തിരി ഒരു ചെറിയ കാളയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ശ്രീരാമനും ഹനുമാനും ആ ഒരു രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ടാബ്ലോ ആയിരുന്നു. കണ്ടില്ലേ, പിന്നിൽ ശ്രീരാമൻ ഇങ്ങനെ പൊന്തി വരുന്നത്. അത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. നമുക്ക് കഥയൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്കതിങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. നെക്സ്റ്റും ഒരു ടാബ്ലോ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഇതിന് കാണുന്നത് അതിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഇതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ലൈവായിട്ട് കാണാൻ. ഇനിയിപ്പോൾ അതിൽ നിന്നിങ്ങനെ തീ വരും കണ്ടോ. അത് നമുക്ക് ഫ്രണ്ട് വ്യൂ കാണുമ്പോഴേ അതിൻ്റെ ആ ഭംഗി മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറേ വേലകളും കാളകളും ഒക്കെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ടൈം ഏകദേശം നൈറ്റ് ആവാറായി. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ബൈ ബൈ.